അത്യുന്നത ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. എസ്കറ്റോളജി അഥവാ ഭാവികാല ശാസ്ത്രത്തിലെ ഒരു പ്രധാന പ്രമേയമാണ് ഇസ്രയേലും ലോകാന്ത്യ സംഭവങ്ങളും. അതിനോടനുബന്ധിച്ചുള്ള ഒരു വിഷയം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രധാനമായും വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലെ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന സ്ത്രീയെക്കുറിച്ചുള്ള പഠനമാണ് ഈ ക്ലാസ്സിൽ നാം നടത്തുന്നത്. ഭാവിയെക്കുറിച്ച് അറിയുക എന്നത് ഏതൊരു മനുഷ്യനെയും പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വന്തം ഭാവിയായാലും, കുടുംബത്തിൻ്റെ ഭാവിയായാലും, രാഷ്ട്രത്തിൻ്റെ ഭാവിയായാലും, ലോകത്തിൻ്റെ ഭാവിയായാലും. സ്വന്തം ഭാവിയും കുടുംബത്തിൻ്റെ ഭാവി അറിയാൻ താല്പര്യമുള്ള മനുഷ്യർ ജ്യോതിഷികളെയും മറ്റു സഹായം തേടുന്നു. രാഷ്ട്രത്തിൻ്റെ ഭാവി അറിയാൻ താല്പര്യമുള്ളവർ രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രവചനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ലോകത്തിൻ്റെ ഭാവി അറിയാൻ താല്പര്യമുള്ളവർ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലേക്കും രാഷ്ട്ര നേതാക്കളുടെ പ്രസംഗങ്ങളിലേക്കും ശ്രദ്ധയൂന്നുന്നു. എന്നാൽ ദൈവജനം മാത്രം ഇക്കാര്യങ്ങൾ അറിയുവാൻ സത്യദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായ ബൈബിളിലേക്ക് നോക്കുന്നു. മഹദിയാം ബാബിലോൺ ആരാണ്? ബൈബിൾ അത് ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി എവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പും നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തുമണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. വെളിപ്പാട് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളത് കണ്ടത്. ഈ സ്ത്രീ ആരാണെന്ന് വെളിപ്പാട് പുസ്തകം 17-18 വ്യക്തമാക്കിയിട്ടുണ്ട്. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ഈ മഹാനഗരത്തിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം. മരുഭൂമിയിലാണ് ഈ മഹാനഗരം. 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കുക. 2, സമുദ്രതീരത്താണ് ഈ മരുഭൂമി. വെളിപ്പാട് പുസ്തകം 18-ന്റെ 16 മുതൽ 19 വരെയുള്ള ഭാഗങ്ങളും യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 1, 7, 9 വാക്യങ്ങളും ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, 7 മലകളുടെ മുകളിലാണ് ഈ മഹാനഗരം സ്ഥിതി ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകം 17-ന്റെ 9. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇതിന്റെ ആലങ്കാരികമായിട്ടുള്ള സ്ഥാനമാണ്. അതിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്നു. വെളിപ്പാട് 17-ന്റെ 2. ഈ പെരുവെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. വെളിപ്പാട് 17-ന്റെ 15-ാം വാക്യത്തിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തിന്റെ മുകളിലാണ് അവൾ ഇരിക്കുന്നത്. വെളിപ്പാട് 17-ന്റെ 7-ാം വാക്യം. സ്ത്രീ ഇരിക്കുന്ന 7 തലയും 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാരും ആകുന്നു. 17-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ സ്ത്രീയുടെ അഥവാ ഈ നഗരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ആ പ്രത്യേകതകൾ ഒന്നാമത്തെ കാര്യം, ഭൂരാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്യുന്നവളാണിവൾ. വെളിപ്പാട് 17-ന്റെ 2. ഈ വേശ്യാവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ബൈബിളിൽ വിഗ്രഹാരാധനയെ വേശ്യാവൃത്തിയോട് ഉപമിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലുടനീളം കാണാം. ഉദാഹരണം, യിരെമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 6-ാമത്തെയും 9-ാമത്തെയും വാക്യം, എസ്കേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, എസ്കേൽ 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 63 വരെയുള്ള വാക്യങ്ങളും വായിച്ചു നോക്കുക. രണ്ടാമതായിട്ട്, വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കുന്നവൾ എന്നുള്ളൊരു വിശേഷണം നമുക്ക് കാണാം. വെളിപ്പാട് 17-ന്റെ 2. മൂന്നാമത്, ആഡംബര ജീവിതം നയിക്കുന്നവളാണിത്. വെളിപ്പാട് 17-ന്റെ 4. തന്നെത്താൻ ഉയർത്തുന്നവൾ. വെളിപ്പാട് 18-ന്റെ 7. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഒരു സവിശേഷത, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായവൾ. വെളിപ്പാട് പുസ്തകം 17-ന്റെ 6-ാം വാക്യം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കച്ചവടം ചെയ്യുന്നവൾ. വെളിപ്പാട് 18-ന്റെ 3-ാം വാക്യവും 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇവൾ ചെയ്യുന്ന കച്ചവട വസ്തുക്കളെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഈ സ്ത്രീയുടെ അഥവാ നഗരത്തിന്റെ വിശേഷണങ്ങളെക്കുറിച്ചാണ്. ഇവളെ ഒന്നാമതായി വിളിച്ചിരിക്കുന്നത് മഹദിയാം ബാബിലോൺ എന്നാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട്, വേശ്യകളുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിളിച്ചിരിക്കുന്നു. മറ്റൊരു വിളിപ്പേർ രാജ്ഞി എന്നാണ് വിളിച്ചിരിക്കുന്നത്. മറ്റൊന്ന് മഹാവേശ്യ എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ നമുക്കിതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഒന്ന് പോകാം.
ഈ സ്ത്രീ ആരാണെന്ന് വേദ പഠിതാക്കൾക്കിടയിൽ വിവിധ അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. 1 റോം, 2 ഇസ്താൻബുൾ, 3 എരുശലേം, 4 ബാബിലോൺ അല്ലെങ്കിൽ ഇറാഖ്. ഇങ്ങനെ പോകുന്നു ആ പട്ടിക. നമ്മൾ ആദ്യമേ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഈ പട്ടണങ്ങളോടൊന്നും ഒക്കുന്നില്ല. സമുദ്രതീരത്തോട് ചേർന്ന മരുഭൂമിയാണെന്നുള്ളത് വ്യക്തമാണല്ലോ. 7 മലകളുടെ മുകളിലുള്ള റോമാ നഗരം സമുദ്രത്തിന് സമീപമാണെങ്കിലും മരുഭൂമിയല്ല. മറ്റ് പട്ടണങ്ങളുടെയൊക്കെയും കാര്യവും ഇതുപോലെയൊക്കെ തന്നെ. 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് ഈ മഹാവേശ്യയാകുന്ന നഗരത്തെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി യോഹന്നാനെ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കാണ്. ലോകത്ത് 7 മലമുകളിലുള്ള 75ഓളം പട്ടണങ്ങളുണ്ട്. ഈ കൊച്ചു കേരളത്തിന്റെ തലസ്ഥാനമായ അനന്തപുരി ഉൾപ്പെടെ തിരുവനന്തപുരം സമുദ്രതീരത്താണെങ്കിലും മരുഭൂമിയിലല്ല. എന്നാൽ ഈ 3 കാര്യങ്ങളും അതിൻ്റെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും എല്ലാം ഒരുപോലെ യോജിക്കുന്ന ഒരു മഹാനഗരമാണ് ഹിജാസ്. മക്ക, മദീന പട്ടണങ്ങളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹിജാസ്. ഇതിൻ്റെ വടക്ക് വശത്തായി 30 മുതൽ 100 അടി വരെ ഉയരം വരുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകൾ നിറഞ്ഞ അൻ-നഫൂദ് മരുഭൂമിയും ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഏകദേശം 40 കിലോമീറ്ററോളം വരുന്ന അണമുറിയാത്ത മണൽക്കൂനകൾ അഥവാ ലീനിയർ സാൻഡ് ഡ്യൂൺസ് എന്നറിയപ്പെടുന്ന അറബ് അൽഖാലി അഥവാ എം ടി കോട്ടർ എന്നറിയപ്പെടുന്ന മരുഭൂമി തെക്ക് ഭാഗത്തും കിടക്കുന്നു. ചെങ്കടൽ ഇതിന് അതിരിടുന്നു. കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം എന്ന് വെളിപ്പാട് പുസ്തകം 18:19 ഈ നഗരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. യിരെമ്യാവ് 51-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളെന്നും വളരെ നിക്ഷേപങ്ങൾ ഉള്ളവളെന്നും ഈ നഗരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ നിക്ഷേപം അഥവാ ഐശ്വര്യം എണ്ണയാണെന്ന് കൂടുതൽ വ്യാഖ്യാന കസർത്ത് നടത്തി സമർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ 7 മലകളെ കുറിച്ച് നോക്കാം. സൗദി അറേബ്യയെ ചുറ്റി 7 പർവ്വത നിരകളുണ്ട്. മക്ക സ്ഥിതി ചെയ്യുന്നത് 7 മലകളുടെ മുകളിലുമായാണ്. 7 പർവ്വത നിരകളിൽ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ഹിജാസ് എന്ന് നമുക്ക് കാണാം. അതിൽ ഒന്നാമതായിട്ട് ജബാൽ കുബ്ബ, 2 ജബാൽ അൽ ഖിന, 3 ജബാൽ ലി അലി, 4 ജബാൽ ജി ഫാൻ, 5 ജബാൽ ജി ജാദ്, 6 ജബാൽ ഖുബൈസ്, 7 ജബാൽ ഹിന്ദി. ഇങ്ങനെ 7 പർവ്വത നിരകളുടെ മുകളിലാണ് ഹിജാസ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല 7 കുന്നുകളുടെ മുകളിലാണ് ഇവരിക്കുന്നത്. ആ കുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ജബാൽ അബു സിബ, 2 ജബാൽ സഫ, 3 ജബാൽ മർവ. ഇതാണ് നമുക്ക് സഫ മർവ മലകളുടെ ഇടയിൽ ഇവർ ഹജ്ജ് ചെയ്യുമ്പോൾ കല്ലെറിയാൻ പോകുന്ന പർവ്വതങ്ങളാണ്. 4 ജബാൽ അബു മിൽഹാഹ്, 5 ജബാൽ അബു മായ, 6 ജബാൽ അബു ഹുലായാഹ്, 7 ജബാൽ അബു ഗുസാൻ. മർമ്മം എന്നതുകൊണ്ട് ഇത് കാലങ്ങളായി മറിഞ്ഞിരുന്നു എന്നത് വ്യക്തം. ബാബിലോണും റോമും ഒരിക്കലും മറിഞ്ഞിരുന്ന നഗരങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആ പട്ടണങ്ങളാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ കാലങ്ങളിലായി ഭാവികാല പഠിതാക്കൾക്ക് മറിഞ്ഞിരുന്ന ഒരു പട്ടണമാണ് മക്ക. ഈ പട്ടണത്തിന്റെ കൂടുതൽ സവിശേഷതകൾ നോക്കാം. ഇതൊരു പട്ടണമാണെങ്കിലും ആലങ്കാരികമായി ഇത് സ്ഥിതി ചെയ്യുന്നത് പെരുവെള്ളത്തിന്മീതെ അഥവാ വംശങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും മുകളിലാണ്. ഇത് ഈ പട്ടണത്തിന് ഭൂമിയിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന അസംഖ്യമായ ജനങ്ങളുടെ മേലുള്ള സ്വാധീനത വിളിച്ചറിയിക്കുന്നു. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന പ്രയോഗം സത്യ ആരാധനയ്ക്ക് എതിരായിട്ടുള്ള സാത്താന്യ ആരാധനയുടെ ഉത്ഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന 7 മലകൾ മനുഷ്യന്റെ ഉത്ഭവം മുതലുള്ള 7 രാജാക്കന്മാരെയും ആ 7 രാജാക്കന്മാർ 7 സാമ്രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഈജിപ്ഷ്യൻ സാമ്രാജ്യം, BC 3100 മുതൽ BC 343 വരെ ഉള്ള കാലയളവിൽ ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സാമ്രാജ്യമാണ് ഒന്നാമതായിട്ട്. രണ്ടാമത്തത് അസീറിയൻ സാമ്രാജ്യം, BC 1300-നും BC 1265-നും ഇടയ്ക്ക് ഉണ്ടായിരുന്ന സാമ്രാജ്യം അസീറിയൻ സാമ്രാജ്യം. മൂന്നാമത് ബാബേൽ സാമ്രാജ്യം, BC 625 ദാനിയേലിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തത് മെദോ പേർഷ്യൻ സാമ്രാജ്യം, BC 538-നും BC 330-നും ഇടയിലുണ്ടായിരുന്നത്.
അഞ്ചാമതായിട്ട് യവന സാമ്രാജ്യം BC 332 BC 168 ഇടയ്ക്ക്. ആറാമതായിട്ട് കാണുന്ന റോമൻ സാമ്രാജ്യം BC 168 AD 476 ഇടയ്ക്ക്. അതിൽ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യവും അതുപോലെ തന്നെ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യവുമായി രണ്ടായി പിരിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബൈബിൾ പ്രകാരവും ലോക ചരിത്ര പ്രകാരമുള്ള 6 സാമ്രാജ്യങ്ങളാണ് പറഞ്ഞത്. ഏഴാമത്തവനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു, അവ 7 രാജാക്കന്മാർ ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല, വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാവുന്നു. വെളിപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിലാണ് നമ്മളത് വായിച്ചത്. പറഞ്ഞതിൽ ഈജിപ്റ്റ്, അസീറിയ, ബാബേൽ, മെദോപേർഷ്യ, യവന എന്നീ 5 പേർ വീണുപോയി, അർത്താൽ അവ കഴിഞ്ഞുപോയി. യോഹന്നാൻ 96 AD കാലയളവിലാണല്ലോ വെളിപ്പാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ അന്നുള്ള റോമൻ സാമ്രാജ്യത്തെയാണ് ഇപ്പോൾ ഒരുത്തന് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വരുവാനിരിക്കുന്ന 7ാമത്തെ സാമ്രാജ്യത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ഇത് റോമാ സാമ്രാജ്യമല്ലെന്ന് പകൽ പോലെ വ്യക്തം. ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ റോമാ സാമ്രാജ്യം AD 364 പാശ്ചാത്യ റോമൻ സാമ്രാജ്യം എന്നും പൗരസ്ത്യ റോമൻ സാമ്രാജ്യം എന്നും രണ്ടായി പിരിഞ്ഞു. ഇതിൽ പാശ്ചാത്യ റോമൻ സാമ്രാജ്യം AD 476 വരെയും പൗരസ്ത്യ റോമൻ സാമ്രാജ്യം AD 1453 വരെയും നിലനിന്നിരുന്നു. ഇവയിൽ നിന്നും പിന്നീട് ഉടലെടുത്തത് 10 ഇസ്ലാമിക രാജാക്കന്മാർ അഥവാ ഭരണകൂടങ്ങൾ ആയിരുന്നു എന്ന് കാണാം. ഇതിൻ്റെ വിശദീകരണം ഞാൻ പിന്നാലെ പറയുന്നതാണ്. ദാനിയേൽ പ്രവചനം 7-8 അധ്യായങ്ങളിലെ വിവരണങ്ങളുമായും വെളിപ്പാട് പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ വിവരണങ്ങളുമായും ഇത് ചേർത്ത് പഠിക്കണം. വരുവാനിരിക്കുന്ന 7ാമത്തെ സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യം അല്ലെങ്കിൽ ആ മൃഗം ആയിരുന്നു എന്ന് പിന്നാലെ തെളിയിക്കുന്നതാണ്. ഈ സ്ത്രീയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത അവളുടെ കുലത്തൊഴിലായ വേശ്യാവൃത്തിയാണ്. മ്ലേച്ഛതകളുടെ മാതാവ് എന്ന പ്രയോഗത്തിൽ നിന്ന് ഇവൾക്ക് കുറെ സന്താനങ്ങൾ ഉണ്ടെന്ന് വരുന്നു. ഷീനാർ സമതലത്തിൽ ഉടലെടുത്ത ബാബിലോണിയ മതത്തിന്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന സകല ജാതീയ മതങ്ങളും. നിമ്രോദിന്റെ ഭാര്യയായിരുന്ന സെമറമിസ് നിമ്രോദിന്റെ മരണശേഷം തനിക്ക് ജനിച്ച പുത്രൻ തമ്മൂസ് ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയാണെന്ന് അവകാശപ്പെട്ടു. ഇത് സത്യദൈവത്തിനെതിരായിട്ടുള്ള പുതിയൊരു മതത്തിന് തുടക്കം കുറിക്കലായിരുന്നു. ഇത് പിന്നീട് ഫിനീഷ്യരുടെ ഇടയിൽ എസ്തരോസ് തമ്മൂസായും ഈജിപ്തിൽ ഐസിസ് ഹോരൂസ് എന്നും അഫോഡൈറ്റ് ഇറോസായി യവനന്മാരുടെ ഇടയിലും വിനീസ് കുപ്പിഡ് അഥവാ മഡോണയും കുഞ്ഞും ആയി റോമിലും ഷിങ്മു ഹെഗിദായി ചൈനയിലും ബെൽത്തൂസ് ബെൽറസായി അസീറിയയിലും നിലനിന്നിരുന്നല്ലോ. ഈ രീതിയിൽ മാത്രമല്ലാതെ ചിലയിടങ്ങളിൽ സൂര്യദേവനായും ചന്ദ്രദേവനുമായൊക്കെ ഇവർ ആരാധിക്കപ്പെട്ടും പോന്നു. അങ്ങനെ നിലനിന്നിരുന്ന ഈ മതസമ്പ്രദായത്തിന്റെ പിന്തുടർച്ചയാണ് ഇസ്ലാം മതവും. 7 മലകളുടെ മുകളിലും ഈ സ്ത്രീ ഇരിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 7 തലയും 10 കൊമ്പുകളുമുള്ള മൃഗമാണ് അവളെ ചുമക്കുന്നത്. 10 കൊമ്പുകൾ എന്നുള്ളത് 10 ഇസ്ലാമിക ഭരണകൂടങ്ങളാകുന്നു. ഈ 10 ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി അബൂബക്കറിന്റെ ഖിലാഫത്ത് AD 632 634 2 വർഷം മാത്രം നീണ്ടുന്ന അബൂബക്കറിന്റെ ഭരണകാലം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഉമ്മറിന്റെ ഖിലാഫത്താണ് AD 634 മുതൽ 644 വരെ. മൂന്നാമതായിട്ട് ഉസ്മാന്റെ ഖിലാഫത്ത് AD 644 ശേഷം. അതിനുശേഷം ഇടക്കാലത്ത് അലിയുടെ ഖിലാഫത്ത് കാണാം. അലി കുറച്ചു കാലം ഭരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അഞ്ചാമതായിട്ട് ഉമേദ് രാജവംശം AD 661-750 ഇടയ്ക്ക്. ആറാമതായിട്ട് അബ്ബാസിദ് രാജവംശം AD 750 1258. ഏഴാമതായിട്ട് മാമുൽക്ക് സാമ്രാജ്യം AD 1174 മുതൽ 1811 വരെ ഈജിപ്തിൽ നിലനിന്നിരുന്ന സാമ്രാജ്യമാണ്. എട്ടാമതായിട്ട് സഫാവിദ് സാമ്രാജ്യം AD 1502 1722 ഇറാനിലുണ്ടായിരുന്നതാണ്. ഒമ്പതാമതായിട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യം AD 1567 മുതലുള്ള സാമ്രാജ്യം. പത്താമതായിട്ട് ഓട്ടോമാൻ സാമ്രാജ്യം AD 1301 മുതൽ 1922 വരെ തുർക്കിയിൽ. ദാനിയേൽ 7-8
23, 24 ഈ 10 രാജാക്കന്മാരെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അവയ്ക്ക് തലയിൽ രാജമുടിയില്ല. ദാനിയേൽ 7:8 ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറിഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ദാനിയേൽ 23, 24 7:23, 24 അവൻ പറഞ്ഞതോ, 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തോരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. എന്നാൽ വെളിപ്പാട് 13:1 ഈ രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവയ്ക്ക് രാജമുടിയുണ്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് 17:12 പറയുന്നത്, നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കുന്നവനും എന്നാണ്. 7ാമത്തെ മലയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ 7ാമത്തവൻ വന്നാൽ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. വെളിപ്പാട് 17:10 റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഉടലെടുക്കാൻ പോകുന്ന യൂറോപ്പിലെ 10 രാഷ്ട്രങ്ങൾ അടങ്ങുന്ന ഒരു സഖ്യമാണെന്നുള്ള ശക്തമായ പണ്ഡിതമതം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ 2 കാലുകളിൽ നിന്ന് വന്ന ഈ 10 ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളായിരുന്നു എന്ന് തെളിയുന്നു. അതിനുള്ള ശക്തമായ ഒരു തെളിവാണ് ദാനിയേൽ 2:41 മുതൽ 43 വരെ വായിക്കുന്ന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. കാലും കാൽവിരൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ, അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറവുണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരുന്ന പോലെ രാജ്യത്ത് ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നായി കണ്ടതിന്റെ താല്പര്യമോ, അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്ന പോലെ തമ്മിൽ ചേരുകയില്ല. ഇതിൽ ഇടകലരുക എന്ന വാക്ക് 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ മൂലഭാഷയിൽ വാക്കിന്റെ അർത്ഥം അറബ് എന്നാണ്. അപ്പോൾ ഈ 10 അറബ് രാഷ്ട്രങ്ങളുടെ സഖ്യമാണെന്ന് വരുന്നു. കൂടാതെ അറബ് എന്ന വാക്കിന്റെ അർത്ഥം മരുഭൂമി, മരുഭൂവാസി എന്ന്. വെളിപ്പാട് 17:3 ഈ മഹദിയ ബാബിലോണിനെ കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടി യോഹനാനെ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കാണെന്നുള്ളതും കുറിക്കൊള്ളണം. വടക്ക് ബ്രിട്ടീഷ് ദ്വീപുകളും വടക്ക് കിഴക്കൻ കാസ്പിയൻ കടലും കിഴക്ക് മെസപ്പൊട്ടോമിയയിലും തെക്ക് കിഴക്ക് അറേബ്യൻ മരുഭൂമിയും ചെങ്കടലും തെക്ക് പ്രോൺക്യൂൻസിലോർ ആഫ്രിക്കയും തെക്ക് പടിഞ്ഞാറ് മൗറിത്താനിയയും പടിഞ്ഞാറ് സ്പെയിനും വരെ നീണ്ടുകിടന്നിരുന്ന ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലുമായി നിലകൊണ്ടിരുന്ന ഒന്നായിരുന്നു റോമൻ സാമ്രാജ്യം. AD 364 റോമാ സാമ്രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. പാശ്ചാത്യ റോമാ സാമ്രാജ്യം എന്നും പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്നുമാണ് 2ആയി വിഭജിച്ചത്. ഇത് ആണ് ദാനിയേൽ കണ്ട സ്വപ്നത്തിലെ ബിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന 2 കാലുകൾ. AD 476 പാശ്ചാത്യ റോമാ സാമ്രാജ്യം അധപ്പതിച്ചപ്പോൾ അതിന്റെ കീഴിലായിരുന്ന അറേബ്യൻ ഭൂപ്രദേശത്ത് AD 630 മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം ഉദയം കൊണ്ടു. മുഹമ്മദിന് ശേഷം സാമ്രാജ്യത്തിന്റെ തലവന്മാരായ അബൂബക്കറും ഉസ്മാനും ഈ സാമ്രാജ്യത്തെ കൂടുതൽ വിസ്തൃതിയിലേക്ക് നയിച്ചു. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന്റെ അധീനരായിരുന്ന സിറിയ, ഇറാഖ്, ഈജിപ്റ്റ്, ഇസ്രായേൽ, റഷ്യൻ പ്രദേശങ്ങൾ, സ്പെയിൻ തുടങ്ങിയ പല പ്രദേശങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കീഴിലായി. പിന്നീട് 1453 പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇസ്താൻബുൾ അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ ഓട്ടോമാൻ തുർക്കികൾ ആക്രമിച്ച് കീഴടക്കി. ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. ഓട്ടോമാൻ സാമ്രാജ്യത്തിന് അങ്ങനെ അടിത്തറയിട്ടു. ഇങ്ങനെ ദാനിയേൽ കണ്ട സ്വപ്നത്തിലെ ബിംബത്തിന്റെ 2 കാലുകളിൽ നിന്നുള്ള 10 വിരലുകളുടെ ആദ്യഘട്ടത്തിന് സമാരംഭമായി. 1923 കമാൽ അത്താതുർക്ക് ഖലീഫ ഭരണം റദ്ദാക്കുന്നതുവരെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 17:10 പറഞ്ഞിരിക്കുന്ന 7ാമത്തെ മലയെക്കുറിച്ച് അഥവാ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനം ഇവിടെ നിവൃത്തിയായി. ഇനി അവസാന നാളുകളിൽ 8ാമത്തെ സാമ്രാജ്യം ഉടലെടുക്കുന്ന ചിത്രമാണ് വെളിപ്പാട് 13-ാം അധ്യായത്തിലും വെളിപ്പാട് 17:11-12 വാക്യങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ മറ്റവൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ 7ാമൻ ഇസ്ലാമിക സാമ്രാജ്യമാണെന്ന് തെളിയുന്നു. 1923 കമൽ അത്താതുർക്ക് നിർത്തലാക്കിയ ഈ ഖിലാഫത്ത് സാമ്രാജ്യത്തെ
പുനർജീവിപ്പിക്കാനായിരുന്നു അബൂബക്കർ അൽ ബാഗാദി ശ്രമിച്ചത്. ഇത് എട്ടാമതായി വരാനിരിക്കുന്ന അവസാന ജാതീയ സാമ്രാജ്യത്തിൻ്റെ കാലൊച്ചയാണെന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും എഴുവരിൽ ഉൾപ്പെട്ടവനും തന്നെ അവൻ നാശത്തിലേക്ക് പോകുന്നു എന്നാണ് വെളിപ്പാട് 17:11 അവനെക്കുറിച്ച് പറയുന്നത്. ഈ എട്ടാമത്തെ സാമ്രാജ്യമാണ് വെളിപ്പാട് പുസ്തകം 13 കാണുന്ന സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഈ സാമ്രാജ്യത്തിലെ മൃഗം എന്ന് വിളിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നേതാവിനെയും മൃഗം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ നേതാവായിരിക്കും ബൈബിളിൽ പറയുന്ന എതിർ ക്രിസ്തു. ക്രൈസ്തവർ എതിർ ക്രിസ്തു എന്ന് പറയുന്നവനെ മുസ്ലിങ്ങൾ മഹദി എന്നാണ് വിവക്ഷിക്കുന്നത്. അന്ത്യകാലത്ത് മുസ്ലിങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് ഇന്ന് ഇസ്ലാമിൽ കാണുന്ന എല്ലാ വിഭാഗീയതകളെയും അവസാനിപ്പിച്ച് മുഴുവൻ മുസ്ലിം ലോകത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്ന ഖലീഫയായിരിക്കും മഹദി എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്നു. മുസ്ലിം ലോകത്തുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച് അവരെ ഒറ്റക്കെട്ടാക്കി നിർത്തുന്ന ഈ മഹദിയെയും അന്നത്തെ ഭരണാധികാരികളെയും കുറിച്ച് ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 17:13. ഈ മൃഗം ചുമന്നുകൊണ്ട് നടക്കുന്ന സ്ത്രീയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്ത്രീയുടെ അഥവാ മെക്കയുടെ വേശ്യാവൃത്തി എന്താണെന്ന് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 18:3. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പിളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ഇതിനോട് ചേർന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം: ബാബേൽ യഹോവയുടെ കൈവിൽ സർവ്വഭൂമിയെയും ലഹരി പിടിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. ബൈബിളിൽ വേശ്യാവൃത്തി പൊതുവെ വിഗ്രഹാരാധനയോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. ഇസ്ലാം വിഗ്രഹാരാധനയെ ശക്തിയായി എതിർക്കുന്നതാണ് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ലോകത്ത് നിർബന്ധപൂർവം അതിൻ്റെ അനുയായികളെ കൊണ്ട് വിഗ്രഹാരാധന ചെയ്യിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. മക്കയിലുള്ള കാബ എന്ന കെട്ടിടത്തിൻ്റെ യമാനി മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജ്റുൽ അസ്വദ് എന്ന കറുത്ത കല്ലിൻ്റെ നേരെ നോക്കിയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും 5 നേരം നിസ്കരിക്കുന്നത്. 24 സമയമേഖലകൾ, ടൈം സോൺ. നിസ്കാര സമയം അനുസരിച്ച് ഈ ആരാധനാ രീതി അണമുറിയാതെ ഒരു മെക്സിക്കൻ അലമാല പോലെ തുടർമാനമായി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു നിർബന്ധിത പ്രക്രിയയാണ്. ഈ കല്ലിനെ തൊടുവാനും ചുംബിക്കുവാനും വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ വീഞ്ഞിൻ്റെ ലഹരി എത്രമാത്രമാണെന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം പ്രമുഖ ഇസ്ലാം പണ്ഡിതനായിട്ടുള്ള ശ്രീ ഷൈഖ് മുഹമ്മദ് കാരാക്കുന്നിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഷൈഖ് മുഹമ്മദ് കാരാക്കുന്ന് ഹജ്ജ് കർമ്മവും ചൈതന്യവും, പേജ് 61: ഞങ്ങൾ നിശ്ചിത പ്രാർത്ഥന ഉരുവിട്ട് വലതുകാലെടുത്ത് വെച്ച് മസ്ജിദിൽ ഹറാമിൽ പ്രവേശിച്ചു. അല്പം മുന്നോട്ട് നീങ്ങിയതോടെ പ്രതീക്ഷാപൂർവ്വം കാണാൻ കൊതിച്ച ദൃശ്യം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ കബ കണ്ടതോടെ വിവരണാതീതമായ വികാരങ്ങൾ മനസ്സിനെ മതിച്ചു. അവാച്യമായ അനുഭൂതി, ആത്മാവ് ഹർഷപുളകിതമായി, ശരീരം കോരിത്തരിച്ചു. ഇത് ഷൈഖ് മുഹമ്മദ് കാരാക്കുന്ന് ഹജ്ജ് കർമ്മവും ചൈതന്യവും പുറം 61 നമ്മൾ വായിക്കുന്നു. ഹജ്റുൽ അസ്വദ് എന്ന കറുത്ത കല്ലിന് ഉള്ളതായി പറയപ്പെടുന്ന ശക്തികളും കഴിവുകളും അത്ഭുത സിദ്ധികളും ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹാരാധകൻ പോലും തൻ്റെ വിഗ്രഹത്തിന് ഉണ്ടെന്ന് അവകാശപ്പെടില്ല. സ്വർഗത്തിൽ നിന്ന് വീണെന്നും മനുഷ്യന്റെ ഭാവങ്ങൾ വലിച്ചെടുക്കുന്നെന്നും മനുഷ്യരുടെ ഹൃദയവികാരങ്ങൾ അറിയാൻ കഴിയുന്നെന്നും അന്ത്യനാളിൽ കാണാൻ കണ്ണുണ്ടാകുമെന്നും സംസാരിക്കാൻ നാവുണ്ടാകുമെന്നും മനുഷ്യന് ഉപകാരവും ഉപദ്രവം ചെയ്യുവാൻ കഴിയുമെന്നും അള്ളാഹുവിൻ്റെ വലങ്കയാണെന്നുമൊക്കെയാണ് ഈ കല്ലിനെ കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഇന്ന് വെറും കല്ല് മാത്രമായിരിക്കുന്ന ഇത് അന്ത്യകാലത്ത് ജീവൻ വയ്ക്കുമെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ എസ്കറ്റോളജി പഠിതാക്കൾക്കും കല്ല് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. കൈതൊടാത്ത കല്ലിനെ കുറിച്ച് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ കല്ലിന് എതിരായിട്ടുള്ള മറ്റൊരു കല്ലായിട്ട് ഇസ്ലാമിക എസ്കറ്റോളജിയിലും ഈ കല്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രം എന്ന പ്രയോഗം ഹിജാസിന്, മക്ക മദീന പട്ടണങ്ങൾക്ക് എത്രമാത്രം യോജിക്കുന്നു എന്ന് നോക്കുക. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും
ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പിളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു എന്നത് സാധാരണക്കാർ മാത്രമല്ല, ലോകമെമ്പാടുള്ള ഇസ്ലാമിക ഭരണകൂടങ്ങളിലെ നേതാക്കന്മാരും പ്രമാണിമാരും കൂടി ഹിജാസിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനെയും ഇവളുടെ എണ്ണ കൊണ്ട് ലോകത്ത് നടക്കുന്ന വൻ വ്യാപാര വ്യവസായങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇവൾ വാങ്ങുന്ന അഥവാ ഇവൾക്ക് വിൽക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്ര വസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പുകൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മര കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരുക്കം, എണ്ണ, നേരിയമാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. വെളിപ്പാട് 18ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഈ ലിസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ സുഖലോലുപപരമായിട്ടുള്ള വസ്തുക്കളും ആഡംബര വാഹനങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും അവയവ കച്ചടവും എല്ലാം ഉൾപ്പെടുന്നതായി കാണാം. ഈ ലിസ്റ്റ് യോജിക്കുന്നത് യൂറോപ്പിനേക്കാൾ അറേബ്യൻ ഉപദ്വീപിലെ ഉപഭോഗ സംസ്കാരത്തോടാണ്. ഇവൾ തന്നെത്താൻ ഉയർത്തുന്നവളാണെന്ന് ബൈബിളിൽ പറയുന്നു. ആ ഉയർത്തൽ എപ്രകാരമാണെന്നും ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 18:7. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. യെശയ്യാവ് 47:7 മുതൽ 10 വരെ. ഞാൻ എന്നേക്കും തമ്പുരാട്ടിയായിരിക്കും എന്ന് നീ പറഞ്ഞു, അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെ ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല, ഞാൻ വിധവയായിരിക്കേയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയും ആയുള്ളവേ, ഇത് കേൾക്ക. പുത്രനഷ്ടം, വൈവിധ്യം, ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവൻ നിനക്ക് നിറപടിയായി ഭവിക്കാതിരിക്കയില്ല. നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ മുകളിൽ തന്നെത്താൻ ഉയർത്തുന്ന സ്വഭാവം ഉൽപ്പത്തി 10-ാം അധ്യായത്തിലെ നിമ്രോദിന്റെ ബാബേൽ സ്ഥാപനം മുതൽ മിക്ക സാമ്രാജ്യ തലവന്മാരിലും കണ്ടുവരുന്ന സ്വഭാവമാണ്. ഇത് മിസ്രൈമിലെ ഫറോമാരുടെ സ്വഭാവമായിരുന്നു എന്ന് യെശയ്യാ 31-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും, നെബൂഖദ്നേസറിന്റെ സ്വഭാവമായിരുന്നു എന്ന് ദാനിയേൽ 4:30-ലും, സോർ രാജാവിന്റെ സ്വഭാവമായിരുന്നു എന്ന് എസ്കേൽ 28ന്റെ 1-2 വാക്യങ്ങളിലും കാണാം. അവസാനത്തെ സാമ്രാജ്യമായ ഇസ്ലാമിക ഖിലാഫത്തിന്റെയും മുദ്രാവാക്യം അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവൻ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെത്താൻ ഉയർത്തുന്ന ഈ പ്രവണത സാത്താന്റെ ആണെന്ന് വ്യക്തം. യെശയ്യാവ് 14:13-14. താൻ വിധവയല്ല എന്നതാണ് ഇവളുടെ ധാർഷ്ട്യം. ദൈവം ഇസ്രായേലിനെ തള്ളിയെന്നും ഇപ്പോൾ ഇസ്രായേൽ വിധവയാണെന്നും അതുകൊണ്ട് രാജ്ഞി സ്ഥാനം തനിക്കാണെന്നുമാണ് ഇവളുടെ അവകാശവാദം. എന്നാൽ ഇവളുടെ ഈ മോഹം വ്യർത്ഥമാണെന്നും ഇസ്രായേലിന്റെയും യഹൂദയുടെയും ദൈവം സ്ഥിരമായി തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് വ്യക്തമായി തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാവ് 51:5. ഇസ്രായേലിന്റെയും യഹൂദയുടെയും ദേശങ്ങൾ ഇസ്രായേലിന്റെ പരിശുദ്ധനോടുള്ള അകൃത്യം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ അവയുടെ ദൈവം അവയെ വിധവമാരായി വിട്ടിട്ടില്ല. യെശയ്യാ 54:6 മുതൽ 8 വരെ ശ്രദ്ധിക്കുക. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം, ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. അല്പ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. യെശയ്യാ 54:6 മുതൽ 8 വരെ. അതുകൊണ്ട് ധാർഷ്ട്യത്തോടെയുള്ള ഇവളുടെ അവകാശവാദങ്ങളും ആരോപണങ്ങളും ഇസ്രായേലിനോടുള്ള അസൂയയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഉടലെടുത്തതാണ് എന്ന് കാണാം. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായവൾ എന്നാണല്ലോ ഇവളെ വിളിച്ചിരിക്കുന്നത്. ഇസ്ലാം ആരംഭം കുറിച്ച കാലം മുതൽ തന്നെ യഹൂദന്മാരെയും ക്രൈസ്തവരെയും ഒരു പ്രത്യേക പകയോടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ ബൈസാന്റിയൻ സാമ്രാജ്യത്തെ പിന്നീട് തുടച്ചു നീക്കി. ഏഷ്യ മൈനർ പ്രദേശങ്ങളെയും എന്തിനേറെ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന നഗരവും ഇവർ കൈവശമാക്കി തങ്ങളുടെ മോസ്ക് നിർമ്മിച്ചിരിക്കുകയാണ്. ഇവർ കൊല ചെയ്യുന്ന രീതി 1-ാം നൂറ്റാണ്ടിൽ തന്നെ വളരെ കൃത്യമായി ബൈബിൾ പ്രവചിച്ചിട്ടുണ്ട്.
യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 2-3 വാക്യവും വെളിപ്പാട് 20-4 തുടങ്ങിയ വേദഭാഗങ്ങളിൽ പിതാവിനെയും പുത്രനെയും അറിയായക കൊണ്ട് ദൈവത്തിന് വഴിപാട് അർപ്പിക്കുന്നു എന്ന നിലയിൽ വിശുദ്ധന്മാരെ കഴുത്തറുത്ത് കൊല്ലുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ രീതി ഇന്ന് ആധുനിക കാലത്തും സിറിയയിൽ, ഇറാഖിലും നമ്മുടെ കൺവെട്ടത്ത് അനുസ്യൂദ്യം നടന്നുകൊണ്ടിരിക്കുന്നത് നാം മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലോ. ഇവളുടെ മറ്റൊരു അവകാശവാദം നോക്കാം. ഞാൻ രാജ്ഞിയായിരിക്കുന്നു എന്നാണ് ഇവൾ പറയുന്നത്. എന്താണ് ഈ അവകാശവാദത്തിന്റെ അർത്ഥം? യെശയ്യാവ് 47 പോകാം. യെശയ്യാവ് 47-ന്റെ 5-ാം വാക്യം, കൽദയപുത്രി മിണ്ടാതെ ഇരിക്കുക, ഇരുട്ടത്ത് പോക, നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കില്ല, രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കില്ല. യെശയ്യാവ് 47-ന്റെ 7. ഞാൻ എന്നേക്കും തമ്പുരാട്ടിയായിരിക്കും എന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ഞാൻ രാജ്യങ്ങളുടെ തമ്പുരാട്ടി ആണെന്നാണ് അവകാശവാദം. അങ്ങനെ ഉന്നയിക്കുന്ന നഗരം ഏതാണ്? ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ സൂറ 6-ന്റെ 92-ൽ ഇങ്ങനെ കാണുന്നു: ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം, അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രേ അത്. മാതൃനഗരി, അതായത് മക്ക, മാതൃനഗരിയിലും അതിന്റെ ചുറ്റുഭാഗത്തുള്ളവർക്ക് നീ താക്കീത് നൽകാൻ വേണ്ടി ഉള്ളതുമാണ് അത്. ഇതിൽ മാതൃനഗരി എന്നാണ് മക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കിയാൽ സൂറ 42-ന്റെ 7-ൽ മാതൃനഗരി എന്നതിന്റെ മൂലഭാഷ ഉമ്മുൽ ഖുറ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു. ഉമ്മുൽ ഖുറ, അതായത് മക്കയിലുള്ളവർക്കും അതിന്റെ ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകാൻ വേണ്ടിയും സംശയരഹിതമായ സമ്മേളന ദിവസത്തെ പറ്റി നീ താക്കീത് നൽകാൻ വേണ്ടിയും. സൂറ 42-ന്റെ 7-ൽ ഉമ്മുൽ ഖുറ എന്ന വാക്കിന്റെ അർത്ഥം നഗരങ്ങളുടെ മാതാവ്, മദർ ഓഫ് സിറ്റീസ് ഓർ ക്യൂൺ ഓഫ് സിറ്റീസ് എന്നാണ്. ലോകത്ത് വേറെ ഒരു നഗരത്തിനും ഇങ്ങനെ ഒരു അവകാശവാദമോ വിശേഷണമോ ഇല്ല. മക്കയുടെ അവകാശവാദത്തെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സൂക്ഷ്മമായി വേദപുസ്തകം പരിശോധിക്കുന്നവരിൽ ഒട്ടും അത്ഭുതം ഉളവാക്കുന്നില്ല. ഇത്രയും വിവരങ്ങളിൽ നിന്ന് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന സ്ത്രീ ഹിജാസ് എന്ന മക്ക മദീന പട്ടണങ്ങളാണെന്ന് വസ്തുനിഷ്ഠമായി തെളിയുന്നു. വെളിപ്പാട് 17-18 അധ്യായങ്ങളിൽ ഈ സ്ത്രീയുടെ നാശം അഥവാ ന്യായവിധിയാണല്ലോ വെളിപ്പെടുത്തുന്നത്. ഹിജാസ് എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുന്നത്? ആരാണിതിനെ നശിപ്പിക്കുന്നത്? നശിപ്പിക്കാനുള്ള കാരണമെന്ത്? വീണ്ടും നമുക്ക് ബൈബിളിലേക്ക് തിരിയാം. യെരമ്യാവ് 51-ന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അമ്പ് മിനുക്കുവിൻ, പരിച ധരിപ്പിൻ, യഹോവ മേധ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയിരിക്കുന്നു. ബാബേലിനെ നശിപ്പിപ്പാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. ഇത് യഹോവയുടെ പ്രതികാരം, തന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടിയുയർത്തുവിൻ, കാവൽ ഉറപ്പിപ്പിൻ, കാവൽക്കാരെ നിർത്തുവിൻ, പതിയിരിപ്പുകാരെ ഒരുക്കുവിൻ. യഹോവ ബാബേൽ നിവാസികളെക്കുറിച്ച് അരുളി ചെയ്തതും നിർണയിച്ചതും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കരികെ വസിക്കുന്നവളായി, വളരെ നിക്ഷേപങ്ങളുള്ളവളെ, നിന്റെ അവസാനം, നിന്നെ ഛേദിച്ചു കളയാനുള്ള അവധി വന്നിരിക്കുന്നു. ഹിജാസ് എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുന്നത്? ഹിജാസ് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയെ ഭരിക്കുന്നത് സുൽത്താൻമാരാണ്. ഇവർ വഹാബി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്. സുന്നി വിഭാഗത്തിലെ ഒരു ന്യൂനപക്ഷമാണ് വഹാബികൾ. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഖലീഫയാണ് ഭരണം നടത്തേണ്ടത്, സുൽത്താനല്ല. ഇസ്ലാമിന്റെ വിശുദ്ധ സ്ഥലം ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയിലെ ഭരണ സംവിധാനത്തെ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങൾ അനിസ്ലാമിക ഭരണകൂടമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടത്തെ നീക്കി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് ഭൂരിപക്ഷം വരുന്ന സുന്നികളുടെയും ഷിയാക്കളുടെയും ആവശ്യമാണ്. ഈ അപകടം മുൻകണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ അമേരിക്കയുമായിട്ടുള്ള സൈനിക സഖ്യം ചെയ്തിട്ടുള്ളത്. അതൊരു അവിശുദ്ധ ബന്ധമായിട്ടാണ് മുസ്ലിം സമൂഹം മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക ബ്രദർഹുഡിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. സൗദിയിലും മറ്റും രാജഭരണം ഉള്ളിടങ്ങളിലും ഈ അടുത്ത കാലത്തുണ്ടായ ജനപ്രക്ഷോഭങ്ങൾ ഇതിന്റെ സൂചനകളാണ്. ഹിജാസ് നശിപ്പിക്കപ്പെടുമെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ കൊണ്ട് നശിപ്പിക്കപ്പെടും എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. അവളെ ന്യായം വിധിച്ച ദൈവമായ കർത്താവ് ശക്തനല്ലോ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാർത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. വെളിപ്പാട് ദിവസം 18-ന്റെ 8 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മളത് കാണുന്നു. വഹാബികൾക്കെതിരെ മറ്റ് സുന്നി വിഭാഗങ്ങൾ ഷിയാക്കളും കൂടി ചേർന്ന് ഹിജാസിനെ
മോചിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇത് നിറവേറ്റപ്പെടും. ആരാണ് ഇതിനെ നശിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. യെരമ്യാവ് 51:11 ദൈവം ഇത് ചെയ്യിപ്പിക്കുന്നത് മേധ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രം ആവർത്തിക്കുമെന്ന് ചുരുക്കം. മേധ്യ ഇറാൻ രാജാവായിരുന്ന കോരശിനെ കൊണ്ടാണ് പണ്ട് ദൈവം യഹൂദ്യയുടെ ബാബേൽ പ്രവാസകാലത്ത് ദൈവാലയ നിർമ്മാണത്തിന് ഉത്തരവിടിച്ചത്. ഇവിടെ വീണ്ടും യഹൂദന്മാരുടെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഇറാന്റെ നേതൃത്വത്തിൽ ഒരു നീക്കമുണ്ടാകും. പ്രാകാരം ജാതികൾക്ക് ചവിട്ടാൻ വിട്ടേക്കുന്നു എന്ന് വെളിപ്പാട് 11:2 പറഞ്ഞിരിക്കുന്നു. ഈ പ്രാകാരത്തിലാണ് അൽ-അഖ്സ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. യഹൂദ റബിമാരുടെ അഭിപ്രായമനുസരിച്ച് പ്രാകാരം മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ദേവാലയ നിർമ്മാണത്തിന് ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലൊക്കെ ശത്രുതയുണ്ടെങ്കിലും ഇറാനും സൗദിയും തമ്മിലുള്ള വിരോധം കൂട്ടിവായിക്കുമ്പോൾ പ്രവചന പൂർത്തീകരണം വരുന്ന ഭാവിയിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി ഇവയെ നശിപ്പിക്കാനുള്ള കാരണമെന്ത്? തൻ്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം എന്നാണ് യഹോവ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയുടെ മന്ദിരം നിന്ന സ്ഥാനത്ത് അബ്ദുൽ മാലിക് ഇബൻ മർവാൻ ഡോം ഓഫ് റോക്ക് എന്ന ഒരു പള്ളി പണി കഴിപ്പിക്കുകയും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്ന ഖുറാനിലെ ആയത്തുകൾ അഥവാ വാക്യങ്ങൾ അകത്തും പുറത്തും ഉല്ലേഖനം ചെയ്തു വയ്ക്കുകയും ചെയ്തു. ഇന്നുവരെയും യെരുശലേം ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ മന്ദിരത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ പോകുകയാണ്. മറ്റൊന്ന് ദൈവജനത്തിന് വേണ്ടിയുള്ള പ്രതികാരമാണ്. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പൻ. വെളിപ്പാട് 18:20 നമ്മളത് വായിക്കുന്നു. ഈ മതമുണ്ടായ കാലം മുതൽ ഇന്നുവരെ ദൈവജനത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂരതകൾക്കും ദൈവം പ്രതികാരം ചെയ്യുന്നത് തികച്ചും ന്യായമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം ആരംഭിക്കുന്നത് കാണുമ്പോഴേ സൗദിയിലുള്ള ദൈവജനമേ, അവളെ വിട്ട് ഓടുവാൻ തുടങ്ങുക. ഇത് ബൈബിളിന്റെ ആഹ്വാനമാണ്. യെരമ്യാ പ്രവചനം 51:6 ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താന്താന്റെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ. അതിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവൻ അതിനോട് പകരം ചെയ്യും. വെളിപ്പാട് പുസ്തകം 18:4-5 വാക്യങ്ങളിൽ വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പിൻ. അവളെ വിട്ടു പോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുവരെയും നമ്മൾ ചിന്തിച്ചത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ മറ്റാരുമല്ല, സൗദി അറേബ്യയിലെ മക്ക മദീന അഥവാ ഹിജാസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം അത് അവസാന യുദ്ധമാകുമോ? തുടർന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? തുടർന്നുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. ഇതുവരെ എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.